ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാ സർവ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. മക്കളെ, എല്ലാവർക്കും ശാന്തിയും സമാധാനവും ദൈവകൃപയും ആയുരാരോഗ്യവും രോഗശാന്തിയും എല്ലാ നന്മകളും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഭക്തിയായി ഭഗവാനെ പ്രാർത്ഥിക്കുക. ഭാഗവതമൊക്കെ നന്നായി മനസ്സിലാക്കി ഈശ്വരനെ ആരാധിക്കുക. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് ഭാഗവതം അല്പം കൂടെ മനസ്സിലാക്കാം. നമുക്ക് അതിനുമുമ്പേ ഹരിനാമ കീർത്തനം കുറച്ച് ചൊല്ലിയിട്ട് വായിക്കാം. ഓംകാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആകാരമായതിനു താൻ തന്നെ സാക്ഷി, അത് ബോധം വരുത്തുവതിനാളായി നിന്ന പരം ആചാര്യരൂപ ഹരി നാരായണായ നമ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരിശങ്കരായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമ. ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ ഭേദമിണ്ടാവതല്ല. മമ പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപാവലികളുണ്ടാകയങ്കലിഹ നാരായണായ നമ. ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ, ഞാനെന്ന ഭാവം അത് തോന്നായിക വേണ. ഇഹ തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമ. അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണിനു കണ്ണു മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കും അളവാനന്ദമെന്തു ഹരി നാരായണായ നമ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരിശങ്കരായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. ഹരിനാമ കീർത്തനം ഇതുര ചെയ്വതിന്നു ഗുരു അരുളാല ദേവകളും അരുൾ ചെയ്യ ഭൂസുരരും. നരനായി ജനിച്ചു ഭുവി മരണം ഭവിപ്പളവ് ഉര ചെയ്വതിന്നരുൾക നാരായണായ നമ. ശ്രീമൂലമായ പ്രകൃതിങ്കൽ തുടങ്ങി ജനനാന്ത്യത്തോളം പരമഹാമായ തൻ്റെ ഗതി ജന്മങ്ങളും പല കഴിഞ്ഞാലുമില്ലവധി കർമ്മത്തിനും പരമ നാരായണായ നമ. ഗർഭസ്ഥനായി ഭുവി ജനിച്ചും മരിച്ചും ഉദകപ്പോള പോലെ ജനനാന്തീന നിത്യഗതി തൊൽഭക്തി വർദ്ധന ഉദിക്കേണം എൻ മനസ്സി നിത്യം തൊഴായി വരിക നാരായണായ നമ. നത്താരിൽ മാനിനി മണാളൻ പുരാണ പുരുഷൻ ഭക്തവത്സലൻ അനന്താതിഹീനനിധി ചിത്തത്തിൽ അച്യുത കളിപ്പന്തലിട്ടു വിളയാടിടുക എൻ മനസ്സി നാരായണായ നമ. പച്ചക്കിളിപ്പവിഴ പാൽവർണ്ണമൊത്ത നിറം ഇച്ഛിപ്പവർക്കു ഷടാധാരം കടന്ന് ഉപരി വിശ്വസ്ഥിതി പ്രളയ സൃഷ്ടിക്കു സത്വരജ സമോദഭേദ ഹരി നാരായണായ നമ. തത്വത്തിനുള്ളിൽ ഉദയം ചെയ്തിടുന്ന പൊരുൾ എത്തിയിടുവാൻ ഗുരുപദാന്തേ ഭജിപ്പവന് മുക്തിക്കു തക്കൊരുപദേശം തരും ജനനമറ്റിയിടും അന്നവനു നാരായണായ നമ.
എൻ പാപമൊക്കെ അറിവാൻ ചിത്രഗുപ്തനുടെ സമ്പൂർണ്ണ ലിഖ്യത ഗിരം കേട്ടു ധർമ്മപതി എൻ പക്കലുള്ള ദുരിതം പാർത്തു കാണും അളവംഭോരുഭാഷ ഹരിനാരായണായ നമ. നക്ഷത്ര പങ്ക്തികളും ഇന്ദുപ്രകാശവും ഒളിക്കും ദിവാകരനുദിച്ചങ്ങുയർന്നളവ് പക്ഷീഗണം ഗരുഡനെ കണ്ടു കൈതൊഴുതു രക്ഷിക്ക എന്ന് അടിമ നാരായണായ നമ. മൽപ്രാണനും പരനും ഒന്നെന്നുറപ്പവന് തൽപ്രാണദേഹവും അനിത്യം കളത്രധനം സ്വപ്നാദിയിൽ ചിലതു കണ്ടങ്ങുണർന്നവനോടൊപ്പം ധരിക്ക ഹരിനാരായണായ നമ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരിശങ്കരായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമ. നമ്മൾ കാളിയമർദ്ദനം ആണ് വായിച്ചുകൊണ്ടിരുന്നത്. ഭഗവാൻ കാളിയൻ്റെ മസ്തകത്തിലെല്ലാം നടനമാടി നൃത്തമാടി നന്നായി അഹങ്കാരമൊക്കെ പോക്കി വിഷമൊക്കെ അങ്ങ് ദർപ്പം എല്ലാം അങ്ങ് ഛർദ്ദിച്ച് കളഞ്ഞു. അഹങ്കാരം മൊത്തവും പോയി. ഭഗവാനെ അവസാനം പ്രാർത്ഥനയായി. അതെല്ലാം കഴിഞ്ഞിട്ട് സർപ്പവധുക്കൾ ഭാര്യമാരും പുത്രന്മാരും എല്ലാം വന്ന് ഭഗവാന്റെ അടുക്കൽ വന്ന ഒരു സാധുക്കളായ ഭക്തരാണ് ഈ ഭാര്യമാരും മക്കളുമൊക്കെ. അവരും വന്ന് അടിയങ്ങളെ രക്ഷിക്കണമെന്നെല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ചു ഭഗവാനെ. അതായിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചുകൊണ്ടിരുന്നത്. ഈ കാളിയൻ്റെ ഭാര്യമാരുടെ പ്രാർത്ഥനയായിരുന്നു വായിച്ചത്. അപ്പോൾ അവർ എന്തൊക്കെയാണ് ഭഗവാനോട് അപേക്ഷിച്ച് പറഞ്ഞത്? ഭഗവാൻ മുക്കണ്ണരും പരമേഷ്ടിയും ഇന്ദ്രനും ഭക്തി കൊണ്ട് ഉള്ളം തെളിഞ്ഞ മുനികളും ലക്ഷ്മി ഭഗവതി താനും വ്രതങ്ങളും ലക്ഷണമാർന്ന വേദാന്താംഗ വിദ്യയും നിത്യവും അവർ അന്വേഷിക്കുന്നു ഭഗവാനെ കാണാൻ. പക്ഷേ അവർക്ക് പോലും കിട്ടുന്നില്ല. എന്നാൽ ഇവർക്ക് സർപ്പകുലത്തിൽ ജനിച്ചവർക്ക് പാപികളാണെന്ന് പറഞ്ഞെങ്കിലും ഇവർക്ക് ഭഗവാനെ കാണാൻ പ്രത്യക്ഷമായി കാണാനും ഇവരെ എന്തുമാത്രം ആ അഹങ്കാരം പോയി അവരുടെ ആ ഭണത്തിൽ മേൽ ആ സഹസ്ര ഭണങ്ങളിലും നിന്ന് ഭഗവാൻ വിളങ്ങി അവരെല്ലാം കാണാനിടയായി. അതേസമയം ഈ മുക്കണ്ണർ പരമശിവനാണ് മുക്കണ്ണനും പരമേഷ്ടി ഇന്ദ്രനും ഭക്തി കൊണ്ടുള്ള അനേക മുനികളും മഹർഷിമാരും ഒക്കെ ലക്ഷ്മി ഭഗവതിക്കും ഒന്നും ഭഗവാനെ കാണാൻ പറ്റുന്നില്ല. വേദാന്താംഗ വിദ്യയും അതായത് സരസ്വതി ദേവിക്കും ഒന്നും പരമാത്മാവായ ഭഗവാനെ കാണാൻ കിട്ടാത്തത് ഇവർക്ക് ലഭിച്ചു. അതാണ് ആ ഭാര്യമാർ പ്രാർത്ഥിക്കുന്നത്. വിഷ്ണു അപ്പോൾ എന്താ പറയുക, മസ്തകത്തിൽ വിളങ്ങി കണ്ടു. ആരുടെ? ഈ അഹങ്കാരിയായ കാളിയൻ്റെ സഹസ്ര മസ്തകം തലയിൽ ഭഗവാൻ വിളങ്ങി നിൽക്കുന്നതെല്ലാം ഇവർക്ക് കാണാനിടയായി. അതേസമയം സർപ്പകുലത്തിൽ ജനിച്ചത് പാപമാണെങ്കിലും അവർക്ക് നന്നായി ഭഗവാനെ പ്രത്യക്ഷമായി കാണാൻ പറ്റിയല്ലോ. മറ്റാർക്കും കിട്ടാത്ത ഭാഗ്യം അതാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. നമുക്കും എത്രത്തോളം നമ്മൾ ഉള്ളിൽ നമുക്ക് അറിവില്ലായ്മ ഉണ്ടെങ്കിലും അന്ധകാരം ഉണ്ടെങ്കിലും ഭഗവാനെ നമുക്ക് ദർശിക്കാൻ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടിരിക്കാം. നമ്മൾ എത്ര ഭക്തന്മാർ ലോകത്തുണ്ടെങ്കിലും അവർക്കൊക്കെ തോന്നും ഞാനാണ് വലിയ ഭക്തൻ, എനിക്കില്ലാത്തത് മറ്റവർക്ക് കിട്ടുമോ? പക്ഷേ കിട്ടും മക്കൾ, അതുകൊണ്ട് വിഷമിക്കേണ്ട. എല്ലാവർക്കും ഇത് കിട്ടും. ഭഗവാനും കൂടെ വിചാരിക്കും. നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമുക്ക് അന്ധകാരത്തിൽ കിടന്ന് മൂടിയാലും ഉള്ളത്തിൽ ഒരാൾ പറഞ്ഞു തരാനുണ്ടെങ്കിൽ നമ്മൾ അതെല്ലാം മാറ്റി ഇതുപോലെ ഭഗവാനെ പ്രാർത്ഥിച്ച് കാൽക്കൽ വീണ് നമസ്കരിച്ച് പ്രായശ്ചിത്തം ചെയ്യുന്ന ഈ ഭാര്യമാരെ പോലെ നമ്മളാകുമ്പോൾ നമ്മുടെ എല്ലാ ദോഷങ്ങളെയും മാറ്റി പ്രത്യക്ഷമായി ഭഗവാൻ നമുക്ക് അനുകൂലമായി നിൽക്കുക. അതാണ് ഈശ്വരൻ്റെ മഹിമ അത്രത്തോളം വലുതാ. അതേസമയം വർഷങ്ങളോളം തപസ് ചെയ്തവർക്കോ മുനിമാർക്കോ ദേവിമാർക്കോ മുക്കണ്ണനായ പരമശിവനോ പരമേഷ്ടിയായ ബ്രഹ്മാവിനോ ദേവേന്ദ്രനോ ആർക്കും കിട്ടാത്ത ഭാഗ്യം ഈ അന്ധകാരം പിടിച്ച പാമ്പ് കുലത്തിൽ. അപ്പം പാമ്പ് എന്ന് വെച്ചാൽ വിഷമാണ്. അത്രയും വിഷം കറന്ന മനുഷ്യരുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലോ എല്ലടോ ഇതുപോലുള്ള ജനങ്ങളുണ്ട്, പാമ്പിനെ പോലെ വിഷമുള്ളവർ. പക്ഷേ അറിവില്ലായ്മ കൊണ്ടാണ്. അതിനെ മാറ്റിയെടുക്കാൻ നമ്മൾ വിചാരിച്ചാൽ മതി. അപ്പോൾ ഈശ്വരൻ നമുക്ക് അനുകൂലമായി നമുക്ക് വേണ്ടുന്നതൊക്കെ തരികയും ചെയ്യും. നമുക്ക് ഈശ്വരൻ പ്രത്യക്ഷമാവുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാവർക്കും ഭജിക്കാം. അതാണ് ഇതിൽ പറയുന്നത്. നമ്മളത് മനസ്സിലാക്കണം. ഇതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇവർക്ക് സാധിച്ചെങ്കിൽ നമുക്ക് സാധിക്കത്തില്ലയോ?
നമ്മൾ ധരിക്കുന്നത് നമ്മൾ പലരും ഇങ്ങനെ ഞാൻ എന്തുവാ എത്രയോ വലിയ ഭക്തന്മാർ ലോകത്തുണ്ട്, അവർക്കൊക്കെ അല്ലേ നമ്മൾ ഇനി ഈ ജന്മം ഇങ്ങനെ അങ്ങ് പോകട്ടെ, ഇങ്ങനെയൊക്കെ അങ്ങ് ആയിപ്പോയി, അറിവില്ലായ്മ കൊണ്ടേ ഉള്ളു, ഇനി എന്നാ ഇനി അടുത്ത ജന്മം ആകട്ടെ. പക്ഷേ അങ്ങനെ ധരിക്കരുത് മക്കളെ. അല്പസമയം മതി ഇതിനല്ല. ഈശ്വരൻ പ്രത്യക്ഷമായ നമ്മുടെ മനസ്സ് അല്പം ശുദ്ധമായാൽ മതി. നമുക്കുള്ള അറിവില്ലായ്മയാണെന്ന് ഈശ്വരൻ അറിയാം. അറിവുണ്ടെങ്കിൽ നമ്മൾ അഹങ്കാരത്തിന് പോകത്തില്ലല്ലോ. അറിവില്ലായ്മ കൊണ്ടാണല്ലോ, അറിവ് ഉള്ളിൽ തരാൻ ആളില്ലാത്തതുകൊണ്ട് നമ്മൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. എല്ലാവർക്കും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളോ ഞാനെന്ന ഭാവമോ ഒക്കെ ആയിപ്പോകുന്നു. ഇതെല്ലാം അല്പസമയം മതി നമുക്ക് നമ്മുടെ ഹൃദയം ശുദ്ധമാവാൻ. അതുകൊണ്ട് ഈശ്വരനെ പ്രാർത്ഥിക്കുക, നന്നായി ഭഗവാനെ ലയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഭഗവാനെ എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാ ഭഗവാനെ, എന്നിൽ എന്തൊക്കെയോ കുറ്റങ്ങളുണ്ട്, ഒരുപാട് ശത്രുക്കൾ എൻ്റെ ഉള്ളിൽ കടന്നു കൂടിയിട്ടുണ്ട്, ഇതൊക്കെ മാറ്റി എന്നെ ഒരു ശുദ്ധമാക്കി എടുക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈശ്വരൻ അവരെ അത്രമാത്രം നന്നാക്കി ഭഗവാൻ അവരെ കൂടെ നിൽക്കും. കാരണം അങ്ങനെയാണ്. ഒരു കുട്ടി പോലും നശിച്ചു പോകാൻ പരമാത്മാവിന് ഇഷ്ടമില്ല. അവരെ നന്നാക്കാനാണ് ഭഗവാനും ഇഷ്ടം. അതുകൊണ്ട് നമ്മൾ എത്രത്തോളം ഭഗവാനെ സ്നേഹിക്കാം, എത്രയും നമുക്ക് നമ്മളോടൊപ്പം നിൽക്കും. കാരണം അറിവില്ലായ്മ നമുക്ക് ഒത്തിരി മക്കളുണ്ട്. അത് അറിവുള്ളവരെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല, അവർ നീതിമാനാണ്. പക്ഷേ അറിവില്ലായ്മയുള്ള കുഞ്ഞിനെയാണ് നമ്മൾ രക്ഷിക്കുന്നത്. സന്തോഷമായിട്ട് അവരെ കൂടെ മറ്റുള്ളവരുടെ കണക്കാക്കാൻ ശ്രമിക്കും. ഒരു അച്ഛനും അമ്മയും അങ്ങനെയാണ്. അത് തന്നെ ഭഗവാനും. അറിവുള്ളവർക്ക് ഭഗവാന് നോക്കേണ്ട കാര്യമില്ല, അവർ നന്നായിക്കൊള്ളും, അവരങ്ങ് ജീവിച്ചു കൊള്ളും. എന്നാൽ നശിച്ചു പോകുന്നത് അറിവില്ലായ്മ കൊണ്ടാണെന്ന് ഭഗവാൻ അറിയാം. അവരെ താങ്ങി രക്ഷിച്ചു കൊള്ളും ഭഗവാൻ. അതാണ് ഈശ്വരൻ. നമ്മൾ ഒരു മാതാപിതാവ് എങ്ങനെ, അത് തന്നെയാണ് ഈശ്വരനും, അതിനേക്കാളുമാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. നമുക്കിനി ഈ സർപ്പവധുക്കൾ പ്രാർത്ഥന കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ബാക്കിയുള്ളത് അങ്ങോട്ട് വായിക്കാം. അത് കണ്ട് വായിക്കാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചെല്ലാം അവരുടെ ആ ഭാര്യമാരുടെ പ്രാർത്ഥനയായിരുന്നു. ഇവിടം വരെ നമ്മൾ വായിച്ച് ഒന്ന് രണ്ടുപേര് കയറ്റി വായിക്കാം. നാരായണ നരകാരേ നരാധിപ നാരദാദി പ്രമുഖാരാധിതാംഗ്രയേ കാരുണ്യവാരിധേ കാമദാന പ്രഭോ നീരദവർണ നിരാകുല ദൈവമേ ഗോവിന്ദ ഗോപാല വംശാധിപാത്മജ ദേവേന്ദ്ര സോദര ദേവാ യദുപദേ. ഇതെല്ലാം ഭഗവാനെ കൃഷ്ണനെ പ്രാർത്ഥിക്കുകയാണ്. ദേവേന്ദ്ര സോദര, അതായത് ദേവേന്ദ്രൻ്റെ സഹോദരനാണ്. ദേവേന്ദ്രൻ്റെ അമ്മ പ്രസവിച്ചാണ് വാമനനായി വന്നേ. അപ്പോൾ ഭഗവാൻ നാരായണനാണല്ലോ, അപ്പോൾ ദേവേന്ദ്രൻ്റെ അമ്മയാണല്ലോ അദ്ദേഹത്തിനെ പ്രസവിച്ചത്. അതുകൊണ്ട് അവിടെ സഹോദരനായി മാറി ദേവേന്ദ്രന്. ദേവകീ സൂനോ, ദേവകിയുടെ മകനെ വസുദേവ നന്ദന ദേവദേവ പ്രഭോ പാഹിനോപ്യന്വഹം. നിൻ മഹാമായാവിലാസ മഹിമകൾ അംബുജനേത്ര പാർത്താൽ ഒരു കാലവും ചിന്മയ രൂപ ചിന്തിച്ച് കണ്ടോളം ഇങ്ങുന്മേഷമോടറിയാവതെല്ലാവർക്കുമേ. ഭഗവാന്റെ ഈ മഹിമ, നിൻ മഹാമായാവിലാസങ്ങൾ, ഭഗവാന്റെ മായാവിലാസങ്ങൾ അംബുജനേത്ര ഭഗവാനെ പാർത്താൽ, ഇത് നോക്കിയാൽ ഒരു കാലവും ഭഗവാനെ ചിന്മയ രൂപ ചിന്തിച്ച് കണ്ടോളം അങ്ങ് ഉന്മേഷമോട് അറിയാവതെല്ലാവർക്കും ഇത് ഭഗവാന്റെ മഹിമ അറിയാൻ പറ്റുകയില്ല, ഒരുത്തർക്കും പറ്റുകയില്ല. ജംഗമജാതികളൊക്കെയും മംഗലദേവതാ വല്ലഭനാം തവ നന്ദനജാതങ്ങളാകുന്നതു ജഗന്നന്ദിനിയാകുന്ന മായ ഭഗവതി തന്നെ മാനസാനന്ദകരനായ നിന്നുടെ സന്നിധോ നിന്നളവ് അന്വഹം നിർമ്മിച്ചു നിൽക്കുന്ന വിശ്വം ജഗൽ പ്രതിബിംബിതനായ അതിൽ മൂന്ന് വിധം ഭവാൻ ചിന്മയ. അതായത് ഭഗവാന്റെ മായ ഭഗവതി, ഭഗവാന്റെ തന്നെ വിഷ്ണുമായ, ആ മായയുടെ മാനസാനന്ദകരനായ ഭഗവാന്റെ തന്നെ മായയാണ് നന്ദിനിയാകുന്ന മായ ഭഗവതി. അവരുടെ തങ്ങളുടെ മാനസാനന്ദകരനായ ഭഗവാന്റെ സന്നിധവും പരമാത്മാവായിരുന്ന ഈശ്വരൻ കൃഷ്ണൻ്റെ അല്ലെ നാരായണൻ്റെ അടുക്കൽ സന്നിധാനത്ത് നിന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഈ വിശ്വം, ഈ മഹാമായ നിർമ്മിച്ചു നിൽക്കുന്ന വിശ്വം ജഗൽ പ്രതിബിംബിതനായ അതിൽ മൂന്ന് വിധം ആണ് ഈ ലോകം ഭഗവാന്റെ മഹാമായയാൽ നിർമ്മിച്ച് നമ്മുടെ മൂന്ന് തരത്തിൽ ഈ സാത്വിക രാജസ താമസമായിട്ടുള്ള മൂന്ന് വിധം പ്രതിബിംബം, ഭഗവാന്റെ പ്രതിബിംബമാണ് നമ്മളെല്ലാവരും. ഈ ലോകത്തിൽ എന്ത് കാണുന്നതെല്ലാം, പക്ഷേ മൃഗാദികളും വൃക്ഷലതാദികളും മനുഷ്യരും എല്ലാവരും ഭഗവാന്റെ ലോകപിതാവായിരിക്കുന്ന നാരായണൻ്റെ പ്രതിബിംബമാണ് നമ്മളേവരും. അതെങ്ങനെയാ? മൂന്ന് വിധം. ഈ വിശ്വം മഹാമായ
ഭഗവാന്റെ സന്നിധവും ഭഗവാനോട് ചേർന്ന് നിന്നുകൊണ്ട് ഭഗവാന്റെ തന്നെ മായയാൽ ഇവിടെ 3 വിധം ഭവാൻ ചിന്മയ സൽപ്രഭാവത്വം കലർന്ന് ഓരോ ജന്മിനാം അന്തർഗതാത്മരൂപങ്ങളിൽ കർമ്മണാം ആധാരരൂപഭേദേന സദ്യുന്മിഷന്മാർഗ ഗമ്യാശയ തൻ്റെ മഹിമ പ്രഭാവായ ശാന്തമായി. അതായത് ഭഗവാന്റെ സൽപ്രഭാവത്വം കലർന്ന് ഓരോ ജന്മിനാം ഓരോ നമ്മുടെ എല്ലാം ഓരോ ജനങ്ങളുടെയും അന്തർഗതാത്മരൂപങ്ങൾ നമ്മുടെ ഉള്ളിലെല്ലാം പരമാത്മാവായും എല്ലാ ജീവൻ്റെയും ഉള്ളിലിരിക്കുന്ന ഭഗവാനാണ്. അതെങ്ങനെ കർമ്മണ ആധാര രൂപഭേദം നമ്മളെല്ലാം കർമ്മങ്ങളുടെ ഗുണം അനുസരിച്ചാണ് ആധാരരൂപമായി നമ്മളെല്ലാം നിൽക്കുന്നത്. നമ്മുടെ പ്രവൃത്തിയോടെ ഇപ്പം സാത്വികോ രാജസോ താമസോ ഉള്ള 3 ഗുണത്തിൽ നമുക്ക് ഏതാണ് നമ്മുടെ കർമ്മം അതനുസരിച്ച് നമ്മൾ ഓരോ കർമ്മം അനുഭവിക്കുന്നു. എന്നാൽ ഇതിൻ്റെ എല്ലാം ആധാരമായി നമ്മുടെ ഉള്ളിൽ കഴിയുന്നത് ആരാ? പരമാത്മാവായ ഈശ്വരൻ തന്നെയാണ്. കർമ്മണ ആധാരരൂപഭേദേന സുദ്യുന്മിഷന്മാർഗ ഗമ്യാശയ തൻ്റെ മഹിമ പ്രഭാവായ ഭഗവാന്റെ തന്നെ മഹിമയാൽ ശാന്തമായി നിർമ്മല അനിർമ്മലമായി ഒന്ന് പിന്നീട് അശാന്തവും നിർമ്മലമായും കാരണം ഇവിടെ 3 തരം ഗുണങ്ങളാണ്. സാത്വികന്മാർ നിർമ്മലന്മാരാണെങ്കിൽ തമോ ഗുണക്കാരെന്താണ്? അനിർമ്മലമാണ്, നിർമ്മലമല്ലാത്തതാണ്. അതാണ് ഇവിടെ നമുക്ക് ഈ ലോകത്ത് നിർമ്മല സ്വഭാവമാണ്, നല്ല നിഷ്കളങ്കമായ ഹൃദയം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഒരു കറയില്ലാത്ത. എന്നാൽ അതുകൊണ്ട് നേരെ തിരിച്ച് ഓപ്പോസിറ്റ് അധമമായ എത്രയോ പേരുണ്ട്. അതുകൊണ്ട് ഇവിടെ ഈ 3 വിധവും ഇവിടെ ഭഗവാന്റെ തന്നെ മഹാമായയാണ് ഇവിടെ ഇതെല്ലാം ഈ ഗുണങ്ങൾ ഇവിടെ തരുന്നത് എല്ലാവർക്കും. എന്താ? കർമ്മം കൊണ്ട് നമ്മുടെ കർമ്മഗുണം പോലെ നല്ല കർമ്മങ്ങൾ ചെയ്താൽ അതിൻ്റെ ഫലം കൊണ്ട് നമ്മൾ വരും ജന്മങ്ങളിൽ നിർമ്മലമായി വരും. അതേസമയം നമ്മൾ തമോ ഗുണത്ത് തിന്മയാണ് നമ്മൾ നിറഞ്ഞ് ചെയ്തു വെച്ചാൽ ആ കർമ്മത്തിൻ്റെ ഫലം നമ്മൾ അനിർമ്മലമായി ഇവിടെ ജനിക്കും. അങ്ങനെയാണ് മൂഢാത്മാക്കളായി അന്ധകാരത്തിൽ കിടന്ന് കഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മളിവിടെയൊക്കെ ഒരുപാട് പേരെ കാണുന്നുണ്ടല്ലോ. ഇതാണ് കാരണം. അപ്പോൾ നിർമ്മലമായി അനിർമ്മലമായി ഒന്നും നിർമ്മലവും നിർമ്മലമല്ലാത്തതും പിന്നീട് അശാന്തവും ശാന്തമല്ലാത്തതും വന്മതമാർന്ന് അഹങ്കാരികളായും മൂഢത്വമാർന്നും അറിവില്ലായ്മ കൊണ്ടും പുനരി 3ലും പ്രശാന്തോ ഉന്മിഷാത്മാക്കളിൽ സന്മയനായ നീ ഇതിലെല്ലാം ഈ 3ലും 3 ഗുണത്തോടു കൂടിയാലും പ്രശാന്തോ ഉന്മിഷാത്മാക്കളിൽ സന്മയനായ. അപ്പോൾ പ്രശാന്തോ ഉന്മിഷാത്മാക്കൾ നല്ല നിർമ്മലമായിരിക്കുന്ന ഹൃദയം, അങ്ങനെയുള്ള സാത്വികരായ ആത്മാക്കളുണ്ട് നിർമ്മലന്മാർ. അതിൽ എന്താ ഭഗവാൻ സന്മയനായി നിർമ്മലാനന്ദവിൽ ബിംബപ്രതിമയാ നിന്ന് ഉണർവിടുക. അപ്പോൾ നിർമ്മലമായിരിക്കുന്ന പരിശുദ്ധമായിരിക്കുന്ന ഹൃദയമുള്ള സാത്വികരായ ഭക്തന്മാരിൽ എന്ത് വരും? ഭഗവാൻ എന്ത് ചെയ്യും? സന്മനായി നീ നിർമ്മലാനന്ദവിൽ ആനന്ദരൂപമായിട്ട് ബിംബപ്രതിമയാ നിന്ന് ഉണർവിടുക. അങ്ങനെയുള്ള ഭക്തൻ്റെ ഉള്ളിൽ ഉണർന്നിരിക്കും. ആ ഉണർന്നിരിക്കും. അവിടെ എന്താ? നിർമ്മലമായ മനസ്സായിട്ട് അത് സാത്വികരായ. ഇവിടെ ഇതാര് പറയുന്നു? ഇത് ആ വധു, അതായത് കാളിയൻ്റെ ഭാര്യമാർക്ക് അത്ര നിർമ്മലയായ ആ സ്ത്രീകൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ള ഭഗവാനാണ് സാത്വികരായ നിർമ്മലരായ ജനങ്ങൾക്ക് ഭഗവാൻ സന്മയമായി അവരുടെ ഉള്ളിലെല്ലാം നിലനിന്ന് വിളങ്ങും, ഉണർവിടരും, നമുക്ക് ഉണർവ് തരും. അതേസമയം കാളിയൻ എന്ത് പറ്റി? മൂഢാത്മാക്കളായ അവൻ്റെ കർമ്മഫലം കൊണ്ട് അയാൾക്ക് അഹങ്കാരം, അഹങ്കാരിയായി വന്മതമാർന്ന് അങ്ങനെയുള്ളവനെ ഈശ്വരൻ നന്നാക്കി എടുക്കും. ഇതൊക്കെയാണ് ഈ ദേവിമാർ, ഈ കാളിയൻ്റെ ഭാര്യമാരായ സുന്ദരമായിരിക്കുന്ന മനസ്സ് നല്ല നിർമ്മലമായ സ്ത്രീകളാണ്. അവർ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഭഗവാന്റെ തന്നെ സന്മയനായ നീ, അതാ കൃഷ്ണൻ നിർമ്മലാനന്ദവിൽ ഭഗവാൻ നിർമ്മലനായിരിക്കുന്ന ആനന്ദത്തോടു കൂടി ബിംബപ്രതിമയാ നിന്ന് ഉണർവിടും. ഭഗവാന്റെ തന്നെ ബിംബങ്ങളാണ് ഇങ്ങനെയുള്ള ഈ 3 ആൾക്കാരും ത്രിഗുണങ്ങളും. എന്നാൽ അതിൽ പരിശുദ്ധമായ സാത്വികരായ ഭക്തന്മാരിൽ ഭഗവാൻ നിന്ന് ഉണർന്നിടും, നമ്മുടെ ഉള്ളിൽ ആനന്ദത്തിൽ നിൽക്കും. അതാണ് നിർമ്മല ആനന്ദവിൽ ബിംബപ്രതിമയാ നിന്ന് ഉണർവീടരും ത്വന്മഹിമാന അശാന്തങ്ങളിൽ പ്രതി കൽമഷാർത്ഥേന തമ സമൃദ്ധങ്ങളായി. എന്ന ത്വന്മഹിമാന അശാന്തങ്ങളിൽ എന്ത് ചെയ്യും? പ്രതി കൽമഷാർത്ഥേന തമസമൃദ്ധങ്ങളായി. അപ്പം തമോ ഗുണമുള്ളവർക്ക് എന്താ? കൽമഷാർത്ഥേന പാപികളായവർക്ക്. അതാണ് അങ്ങനെ സമൃദ്ധങ്ങൾ മൂഢാത്മാക്കളായി അറിവില്ലായ്മയായിട്ടുള്ളവരുടെ അങ്ങനെയുള്ളവർക്ക് വന്നുകൂടുന്നത് അന്യേപി ജഡങ്ങളിൽ പിന്നെ ജഡാത്മകത്വം കലർന്നും സദാ നിന്നതിൽ മുന്നേത് അതിപ്രിയന്താവകം എന്നത് കാരണമായി അശാന്തങ്ങളാന്തൽ
തത് വിപരീതങ്ങളായി വരും അപ്പോഴേ ശത്രുത്വവും തമ്മിലുണ്ടായി വരുമല്ലോ. എന്താ ഇവിടെ അദ്ദേഹത്തിന് അഹങ്കാരം ഉള്ളതുകൊണ്ട് തമോ ഗുണമായതുകൊണ്ട് അന്യേപി ജഡങ്ങളിൽ അങ്ങനെ കർമ്മവാസന അങ്ങനെ ഇരിക്കുമ്പോൾ ഓരോരോ ജന്മം എടുക്കുമ്പോഴെല്ലാം ജഡാത്മകത്വം കലർന്നും സദാ നിന്നതിൽ മുന്നേത് അതിപ്രിയന്താവകം എന്നത് കാരണമായി അശാന്തങ്ങളാം വിപരീതങ്ങളായി വരും അപ്പോഴേ ശത്രുത്വവും തമ്മിലുണ്ടായി വരുമല്ലോ. ഇതാണ് ഇവിടെ ലോകത്തിന് ശത്രുത്വം ഉണ്ടാകുന്നത്. 3 തരം ഗുണങ്ങളുണ്ട്. മഹാമായ 3 ഗുണങ്ങളോടുകൂടി ഇവിടെ ഉണ്ട്. അതിൽ തമോ ഗുണമുള്ളവർക്കാണ് ഈ ശത്രുത്വങ്ങൾ ഇങ്ങനെ ഉണ്ടായി അഹങ്കാരങ്ങൾ വർദ്ധിച്ച് അന്ധകാരത്തിൽ നിറഞ്ഞ് അഹങ്കാരികളായി ഈ ഓരോരോ ജന്മങ്ങൾ എടുക്കുന്തോറും അത്രത്തോളം ശത്രുത്വം ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. അവിടെ ഉള്ളം പ്രകാശിക്കത്തില്ല, പരമാത്മാവ് ഉള്ളിൽ വസിക്കത്തില്ല. എന്താ കാരണം? അഹങ്കാരം മാറ്റിയതാണ് ഇപ്പോൾ ഭഗവാനുടെ കാളിയൻ്റെ. അപ്പം ഇത് ദേവിമാർ ഈ സ്ത്രീകൾ പ്രാർത്ഥിച്ച് ഭഗവാനെ പറ്റി പറയുന്നതാണ്. അപ്പോഴെന്താ? അപ്പം വിപരീതങ്ങളായി വരും അപ്പോഴേ ശത്രുത്വവും തമ്മിലുണ്ടായി വരുമല്ലോ. അതാണിവിടെ ഈ ലോകത്തിൽ നമ്മുടെ കർമ്മവാസനയാണ് ആധാരം. എന്താ? മോശമായ കർമ്മങ്ങൾ ചെയ്ത് കൂട്ടി വയ്ക്കുമ്പോൾ ഓരോരോ ജന്മങ്ങൾ പുനരഭി ജനനം പുനരഭി മരണം എന്ന് പറഞ്ഞ പോലെ വീണ്ടും കർമ്മങ്ങൾ കൂട്ടി ശത്രുത്വങ്ങൾ ഇങ്ങനെ കൂട്ടി വരുമ്പോൾ ഒരു നിവൃത്തിയില്ലാത്ത അഹങ്കാരത്തിൽ വന്നങ്ങ് കയറും. അപ്പോൾ ശത്രുത്വവും തമ്മിൽ ഉണ്ടായി വരുമല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? ഈ ഗുണദ്വേഷങ്ങളെ പ്രഹരിച്ചു സൽപുമാന്മാരെയും ധർമ്മമര്യാദയും രക്ഷിച്ച് മേന്മേൽ വളർത്തു നടത്തുവാൻ ഈ ക്ഷിതിയെങ്കിൽ നീ അന്നു ഓരോ വിധം വർത്തമാന പ്രഭേദത്താൽ അവതരിച്ച് ഉത്തമ പുരുഷനാം ഭവാൻ അന്വഹം. അപ്പം ഇങ്ങനെ ശത്രുത്വമുള്ള ഈ കാളിയനെ പോലുള്ള ഇതിപ്പം കാളിന് ഉദാഹരണം വെച്ചാലും നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ഇതേപോലെ അഹങ്കാരികളായ ജനങ്ങളാണ് കൂടുതലും. അപ്പോൾ അവരെ എന്ത് വരുന്നു? ഭഗവാൻ ഗുണദ്വേഷികളെ, ഈ ദോഷം ചെയ്യുന്നവരെ, ഈ അഹങ്കാരികളെ, അഹങ്കാരത്തിൽ നടന്ന് ആരെ എന്തും ചെയ്യാൻ മടിക്കാത്തവരെ പ്രഹരിച്ച് ഭഗവാൻ ലോകപിതാവായ നാരായണൻ ഗുണദ്വേഷികളെ പ്രഹരിച്ച്. എങ്ങനെ പ്രഹരിച്ച്? കാളിൻ്റെ മസ്തകത്തിലിരുന്ന് നൃത്തം ചെയ്തത് എന്താണ്? നന്നായി പ്രഹരം കൊടുത്തതാ. ഓരോ കുന്നുകൾ വന്ന് വീഴുന്നത് പോലെയാണ് ഓരോ ഫണത്തിലും ഭഗവാൻ ചവിട്ടി മെതിച്ചത്. അപ്പോൾ അത് കാളിയ മർദ്ദനം എന്ന് പറയുന്നെങ്കിലും അതൊരു നല്ല നടനമെന്ന് പറയുന്നെങ്കിലും അത് ഭഗവാൻ നന്നായി അവൻ്റെ വിഷമെല്ലാം തുപ്പിച്ച് അഹങ്കാരമാണല്ലോ വിഷം. ആ അഹങ്കാരം മൊത്തവും ഛർദ്ദിപ്പിച്ചിട്ട് അവനെ നന്നാക്കി എടുത്തതാണ്. അതുകൊണ്ട് ഇവിടെ ഈ ഭാര്യമാർ പറഞ്ഞ ഭഗവാനെ ഇങ്ങനെയുള്ള ശത്രുക്കളെ, ഈ ദുഷ്ടന്മാരെ, ഗുണദ്വേഷികളെ, എന്നുവെച്ചാൽ ഗുണം ഇല്ലാത്ത ദുഷ്ടരെ പ്രഹരിച്ച് സൽപുമാന്മാരെയും ധർമ്മമര്യാദയും രക്ഷിച്ച്. സൽപുമാന്മാർക്ക് രക്ഷ വേണമെങ്കിൽ ദുഷ്ടന്മാരെ പ്രഹരിച്ചേ പറ്റൂ. അത് ഈ ഭാര്യമാർക്ക് അറിയാം. ഭാര്യമാർ പറയുന്നു, ഭഗവാനെ അങ്ങ് എന്ത് നന്മയാണ് ചെയ്തത്. ഈ ശത്രുക്കളായ ഈ ദുഷ്ടന്മാരെ പ്രഹരിച്ച് അഹങ്കാരത്തെ മാറ്റുമ്പോൾ എന്ത് വരും? സൽപുമാന്മാരായ ഭക്തന്മാരെയും ധർമ്മമര്യാദ ധർമ്മത്തെ രക്ഷിക്കുക, ധർമ്മമര്യാദയും രക്ഷിച്ച് മേന്മേൽ വളർത്തു നടത്തുവാൻ ഈ ക്ഷിതിയെങ്കിൽ ഈ ഭൂമിയിൽ നീ അന്നന്ന് ഓരോ വിധം ഭഗവാൻ സംഭവാമി യുഗേ എന്നും ഭഗവാൻ എന്താ ഈ ധർമ്മത്തെ രക്ഷിക്കാനും ദുഷ്ടനിഗ്രഹത്തിനും വേണ്ടി അവതരിക്കുന്നു. അത് ഈ സ്ത്രീകൾ പ്രാർത്ഥിക്കുന്നു ഭഗവാനെ. അതുകൊണ്ട് ആർക്ക് രക്ഷ? ഭക്തന്മാർക്ക്. അതാണ് ഭക്തന്മാരായ സൽപുമാന്മാർ നല്ല പ്രവൃത്തി ചെയ്യുന്ന നല്ല ആളുകൾ, ജനങ്ങൾക്ക് രക്ഷയും ധർമ്മമര്യാദയും രക്ഷിച്ച് മേന്മേൽ വളർത്തു നടത്തുവാൻ ഈ ക്ഷിതിയെങ്കിൽ നീ ഈ ഭൂമിയിൽ നീ അന്നന്ന് ഓരോ വിധം ഭഗവാനെ കൃഷ്ണ അന്നന്ന് നീ ഓരോ വിധം വർത്തമാന പ്രഭേദത്താൽ അവതരിച്ച്. വർത്തമാന പ്രഭേദ എപ്പോഴും എന്താ ഈ ഭൂമിയിൽ ആവശ്യം അതനുസരിച്ച് അവതരിക്കുന്നു. എപ്പോഴും എന്തൊക്കെ വേണം, എങ്ങനെ വേണം വെച്ചാൽ അതനുസരിച്ചുള്ള അവതാരങ്ങളാണ് എടുക്കുന്നത്. കൂടുതൽ ശക്തി പ്രാപിച്ച് വരണോ, ഒരുപാട് ദുഷ്ടന്മാരെ നിഗ്രഹിക്കാനും ഒരുപാട് പ്രയത്നം ഉണ്ടെങ്കിൽ ഭഗവാൻ അതിൻ്റെ ഇരട്ടിക്കിരട്ടി ശക്തിമാനായിട്ട് വരും. അതല്ല കുറച്ച് മതിയെങ്കിൽ ഭഗവാൻ അതിൻ്റെ രീതിക്ക് വരും. എല്ലാം പരമാത്മാവ് ഏകം തന്നെയാണ്. നമ്മുടെ ഇവിടെ എത്രമാത്രം ശക്തിയോടുകൂടി വരണം അത്. അപ്പോൾ ഭഗവാൻ കൃഷ്ണനായി ഇത്രയും ശക്തിയായിട്ട് വന്നു. കാരണം അത്രയ്ക്ക് ഈ ഭൂമിയിൽ ദുരന്തം ഉണ്ടായിരുന്നു, ദുരിതങ്ങൾ ഉണ്ടായിരുന്നു, ശത്രുക്കളെ കൊണ്ടുള്ള വിഷമങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഭഗവാൻ സാക്ഷാൽ പരബ്രഹ്മമൂർത്തി തന്നെ ഒറിജിനലായിട്ട് തന്നെ ഇറങ്ങി വന്നു. അതേസമയം കുറേശ്ശെ വരുന്നവരുണ്ട് ലോകത്ത്. കുറേ ഉപദേശങ്ങളെ കൊടുക്കാനായിട്ട് വരുന്ന കൊച്ചു അവതാരങ്ങളെല്ലാം അവിടെ നിന്ന് വരുന്നത് തന്നെയാണ്.
അതുകൊണ്ട് നമ്മൾ മുഹമ്മദ് നബിയെയും കർത്താവായ യേശുദമ്പരാനെയും ഗുരുദേവനെയും അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കുറേ കുറവും കൂടുതലായിട്ടുള്ള എല്ലാ മഹാത്മാക്കളും പരമാത്മാവ് വിട്ട് നമ്മളെ നന്നാക്കാൻ വേണ്ടി തന്നെ ഓരോ അവസരത്തിന് എന്താണ് വേണ്ടത് അതനുസരിച്ച് ഓരോ അവതാരങ്ങൾ ഇവിടെ വരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായി വരുന്നതാണ് ശ്രീരാമനും ഭഗവാൻ കൃഷ്ണനുമൊക്കെ. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എന്തിനു വേണ്ടിയാ? നമ്മളെ രക്ഷിക്കാൻ, മേന്മേൽ മുകളിലേക്ക് നമ്മളെ വളർത്താനും നമ്മളെ രക്ഷിക്കാനും ഇഷിതെങ്കിൽ ഈ ഭൂമിയിൽ നീ അന്നന്ന് ഓരോ വിധം വർത്തമാന പ്രഭേദത്താൽ അവതരിച്ച് ഉത്തമ പുരുഷനാം ഭവാൻ അന്വഹം. ഭഗവാൻ ഉത്തമ പുരുഷനാണ്, അതാണ് ഈശ്വരൻ. അനുഗ്രഹം ചെയ്തരുളാകിൽ മറ്റ് പ്രജകൾക്ക് ഒരാധാരമെന്തീശ്വര. അനുഗ്രഹം ഭഗവാൻ ഇങ്ങനെ വന്ന് രാക്ഷസരായ ഈ ദുർബുദ്ധികളായ മൂഢന്മാരെ, ശത്രുക്കളെ നിഗ്രഹിക്കാനും അതുപോലെ തന്നെ ഭക്തന്മാരെ അനുഗ്രഹം ചെയ്യാനും. അനുഗ്രഹം. അപ്പോൾ ശത്രുക്കളായ ദുഷ്ടനായ ഈ കാളിയനെ പോലുള്ള ദുഷ്ടത നിറഞ്ഞവരെ നിഗ്രഹിപ്പാൻ, വധിക്കാൻ അല്ലെങ്കിൽ മർദ്ദിക്കാൻ. എന്നിട്ടോ ഭക്തന്മാർക്ക് അനുഗ്രഹം. അപ്പം അനുഗ്രഹം ചെയ്ത് അരുളാകിൽ മറ്റ് പ്രജകൾക്കൊരാധാരമെന്തീശ്വര. നമ്മൾ ആരാപന നമുക്ക് രക്ഷ. ഈ പ്രജകൾക്ക്, ഈ സാത്വികരായ ഭക്തന്മാരായ സാധു ജനങ്ങൾക്ക് മറ്റാരെ കൊണ്ട് പറ്റും? ഈ ലോകത്ത് ദുഷ്ടന്മാരെ നശിപ്പിച്ചിട്ട് ശിഷ്ടരായ ഭക്തരെ രക്ഷിക്കാൻ ആർക്കെങ്കിലും സാധ്യമാണോ? ഭഗവാനല്ലാതെ. അതുകൊണ്ട് മറ്റാർക്കാണ് ഈശ്വര ഇത് കാര്യസാധ്യത ചെയ്യുന്നത്? അതുകൊണ്ട് ഈ പ്രജകൾക്ക്, ഈ സാധുക്കളായ ജനങ്ങൾക്ക് മറ്റൊരാധാരം എന്താ ഈശ്വര? അങ്ങല്ലാതെ. കൃഷ്ണനായിപ്പോൾ വസുദേവ മന്ദിരേ തൃഷ്ണയാ വന്ന് അവതീർണനായി ഈ ദൃശം ദുഷ്ടജന മനോദർപ്പം ശമിപ്പിച്ച് ശിഷ്ടജനങ്ങൾ തന്നിഷ്ടപ്രദനായ ചിൽ സ്വരൂപപ്രഭോ നിൻ മഹിമാനം ഇങ്ങുൾത്താരിലേതും അറിയാതെ കശ്മലൻ. അപ്പോൾ ഇവിടെ ഭഗവാൻ കൃഷ്ണനായി വസുദേവരുടെ മന്ദിരത്തിൽ തൃഷ്ണയ അവരുടെ ആഗ്രഹപ്രകാരം അവിടെ അവതരിച്ചു. എന്താണ് അവരുടെ ആഗ്രഹം? അവർക്ക് ഈശ്വരൻ്റെ ഒരു മകനായി വരണമെന്ന് 2-3 ജന്മം കൊണ്ട് അവർ പ്രാർത്ഥിച്ചനുസരിച്ചാണ് 3 തവണയായിട്ട് വരുന്നത്. അപ്പം കൃഷ്ണനായി ഇവിടെ വന്നു. എന്തിനാ? ദുഷ്ടജന മനോദർപ്പം, ദുഷ്ടൻ ജനങ്ങളുടെ മനസ്സിലെ അഹങ്കാരം ശമിപ്പിച്ച് ഇല്ലാതാക്കിയിട്ട് ശിഷ്ടജനങ്ങൾ തന്നെ ഇഷ്ടപ്രദനായ ശിഷ്ടരായ ഭക്തജനങ്ങളുടെ ഇഷ്ടം എന്താണ്? അവർക്ക് എന്താണ് ഇഷ്ടം? ഭഗവാനോട് മാത്രമേ അവരുടെ ഇഷ്ടം പറയാൻ പറ്റൂ. ഭക്തന്മാർ എപ്പോഴും ഭഗവാനെ ആശ്രയിക്കുന്നവരാണ്. അതുകൊണ്ട് ഭഗവാൻ ദുഷ്ടനെ നിഗ്രഹിച്ചിട്ട് ശിഷ്ടർക്ക് എന്താണ് ആഗ്രഹം? ഫലപ്രദനാണ്. ഭഗവാന്റെ ഭക്തന്മാർക്ക് ആഗ്രഹദാതാവാണ്, ആഗ്രഹങ്ങളെ നൽകുന്ന പരമാത്മാവാണ്. അതുകൊണ്ട് ശിഷ്ടജനങ്ങൾ തന്നെ ഇഷ്ടപ്രദനായ എന്താണ് ഇഷ്ടം അത് കൊടുക്കുന്ന ഭഗവാൻ. ചിൽ സ്വരൂപപ്രഭോ നിൻ മഹിമാനം, അങ്ങയുടെ മഹത്വം അങ്ങ് ഉൾത്താരിൽ ഏതും അറിയാതെ. ഇത് ആരറിഞ്ഞില്ല? ഈ ദുഷ്ടനായ കാളിയൻ അറിഞ്ഞില്ല നിന്റെ മഹിമാനം, ഭഗവാന്റെ ഈ മഹിമ ഉൾത്താരിൽ ഏതും അറിയാതെ കശ്മലൻ. അതായത് ഈ കാളിയൻ, കംസനെ പോലെയുള്ള കാളിയൻ, രാവണനെ പോലെയുള്ള കാളിയൻ, ഇന്ന് ലോകത്ത് അങ്ങനെയുള്ള കാളിയന്മാർ ഒരുപാടുണ്ട്. ഇതാണ് കാരണം. അവർക്ക് ഭഗവാന്റെ മഹിമ അറിയാൻ കഴിയുന്നില്ല. ഉള്ള നിറച്ച അഹങ്കാരികളാണ്. അതുകൊണ്ട് ഈ കാളിയനെ പോലെ ഉള്ളവർക്ക് കശ്മലൻ, പാപി, ധിക്കാരം ഉൾക്കൊണ്ട് അവരുടെ ധിക്കാരം അത്രയ്ക്കുണ്ട്. ഈ കാളിയൻ്റെ ധിക്കാരം ഉൾക്കൊണ്ട് വിശ്വയ്ക്ക വന്ധ്യമാം തൃക്കാലിണകൾ മേലാഹന്ത ദംശിച്ച ഈ കാളിയൻ വല്ലതും അറിഞ്ഞോ ഭഗവാന്റെ മഹിമ? ഭഗവാന്റെ മഹിമ അറിയാതെ ധിക്കാരത്തോടു കൂടി എന്ത് വന്നു? ഭഗവാന്റെ തൃക്കാലിണകളിൽ 2 കാലുകളിൽ നീന്തി വന്നപ്പോൾ ആ കാലുകളിൽ മേലാഹന്ത ദംശിച്ച് ഈ കാളിയൻ കടിച്ചു ഭഗവാന്റെ കാലിൽ. ഭഗവാൻ ഇങ്ങനെ കുഞ്ഞല്ലേ, നീന്തി കടമ്പിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടിയിട്ട് കാളിയനടുത്തേക്ക് നീന്തി വന്നപ്പോൾ കാളിയനും ഈ ഭഗവാനെ ദൂരനേ കാണുന്നു. അവനും അഹങ്കാരിയായിട്ട് ഇവിടെ ആരടാ വന്നതെന്ന് ആലയ സീമനി എന്നും പറഞ്ഞ് അവനും നീന്തി വന്നപ്പോൾ ഭഗവാന്റെ കാലിൽ കടിച്ചു. യഥാർത്ഥത്തിൽ പരമാത്മാവായ ഭഗവാന്റെ മഹിമ അറിയാതെ ഈ കശ്മലൻ, ഈ അഹങ്കാരി ഭഗവാന്റെ തൃക്കാലിണകളിൽ, ഭഗവാന്റെ കാലുകളിൽ മേലാഹന്ത ദംശിച്ച ചിത്തകാഠിന്യം, അവൻ്റെ അത്രമാത്രം മനസ്സിൻ്റെ കാഠിന്യം ഓർത്തോളം അത്യുഗ്രമായെത്തും മഹാമൂഢകർത്താവ് ഇവൻ ദൃഢം. അത്രമാത്രം ഉഗ്രമായ മഹാമൂഢനാണെന്ന് ആ ഭാര്യ പറയുന്നു ഭഗവാനോട്. ഭഗവാനി, അങ്ങയുടെ മഹിമ അറിയാതെ ഇവൻ ഈ ദുഷ്ടനായ കശ്മലൻ പാപി ഭഗവാന്റെ
നല്ല പാവനമായിരിക്കുന്ന കാലുകളിൽ ദംശിച്ച കടിച്ച ഈ ദുഷ്ടൻ എത്രമാത്രം ഇത് ഓർത്താൽ അത്യുഗ്രമായെത്തുന്ന മഹാമൂഢകർത്താവാണ് ഇവൻ ദൃഢം. അതിന് ഒരു സംശയവുമില്ല. തൊൽപ്രകാര പ്രഭാവങ്ങൾ അത്രേ അതും അല്പജ്ഞനെന്തെന്നറിയാഞ്ഞാൽ അഖിലേശ്വര ഭഗവാന്റെ തൊൽപ്രകാര പ്രഭാവങ്ങൾ അത്രേ അതെല്ലാം ഭഗവാന്റെ ഈ പ്രഭാവങ്ങൾ അത്രേ അതും അല്പജ്ഞനെന്ത്. ഈ അറിവില്ലായ്മയുള്ള നമ്മളെല്ലാവരും അങ്ങനെയാണ്. ഭഗവാന്റെ മഹിമ അറിയാത്തത്തോളം കാലം നമ്മളെല്ലാവരും എന്താണ്? അല്പജ്ഞന്മാരാണ്, അറിവില്ലാത്തവരാണ്. കാളിയനെ പോലെ ഇന്ന് ഒരുപാട് ജനങ്ങൾ അല്പജ്ഞന്മാർ എന്താ ഭഗവാനെ ആരാധിക്കാനോ ഭഗവാന്റെ മഹിമ ഗുണങ്ങളോ ഒന്നും അറിയാൻ പാടില്ലാത്തവരാണ്. അതുകൊണ്ട് അല്പജ്ഞൻ എന്ത് അറിയാഞ്ഞാൽ അഖിലേശ്വര വിജ്ഞാനമൂർത്തിമാനാം ഭവാനോട് അസാരജ്ഞൻ ഇഹൈവ ചെയ്തോരപരാധങ്ങൾ സൽഘൃണയ നമുക്കുള്ളവനെന്ന് അതങ്ങ് ഉൾക്കൊണ്ട് നന്നായി ക്ഷമിച്ചരുളേണമേ. അവർ പ്രാർത്ഥിക്കുന്നത് എന്താണ്? അല്പജ്ഞനായ ഈ ദുഷ്ടൻ ചെയ്ത അഹങ്കാരങ്ങൾ വിജ്ഞാനമൂർത്തിമാനാകുന്ന ഭഗവാൻ വിജ്ഞാനിയാണ്, മറ്റവനോ അജ്ഞാനിയാണ്. ഈ അജ്ഞാനിയുടെ ഉള്ളം അവൻ്റെ എന്തെന്ന് അവനെ അറിയത്തില്ലേ ഭഗവാൻ എന്താണെന്ന് അവൻ അറിയാമേത മൂഢനാണ്, അത്യുഗ്രനായ ഘോര മൂഢനാണ്. അതുകൊണ്ട് വിജ്ഞാനമൂർത്തിയായ ഭഗവാൻ പരമാത്മാവ് വിജ്ഞാന സ്വരൂപനാണ്. അങ്ങനെയുള്ള ഭഗവാനോട് അസാരജ്ഞനെന്ന്, ഒരറിവില്ലായ്മ, ഒരു നിസ്സാരനെന്ന്, ഒന്നിനും കൊള്ളാത്തവനായ മൂഢനെന്ന് കരുതി അജ്ഞാനിഹൈവ ചെയ്ത് അങ്ങനെയുള്ള ഈ മൂഢനായ അജ്ഞാനിയായ ഇവൻ ചെയ്ത അപരാധം, ഈ കാളിയൻ ചെയ്ത ഒരു അപരാധങ്ങൾ സൽഘൃണയ നല്ല ഭഗവാൻ എന്താ സൽഘൃണയാണ്, സൽകൃപയോടുകൂടെ ഭഗവാന്റെ സൽഘൃണയ ഭഗവാൻ അത്രമാത്രം സൽകൃപയോടുകൂടി നമുക്കുള്ളവനെന്ന്. ഇത് അവൻ ഈ ഭാര്യമാരുടെ ഭർത്താവാണല്ലോ, അതും ഭഗവാന്റെ മക്കളാണല്ലോ സർവ്വ ജീവജാലങ്ങളും. അതുകൊണ്ട് ഭഗവാന്റെ നമ്മുടെതെന്ന് കരുതി, ഈ ദുഷ്ടനാണെങ്കിലും ഭഗവാനെ അങ്ങയുടെ എന്ന് കരുതി, നമുക്കുള്ളവനെന്ന് കരുതി, അതാണ് നമുക്കുള്ളവനെന്ന് അതങ്ങ് ഉൾക്കൊണ്ട് ഭഗവാന്റെ ആണ് ഈ കുട്ടികളെല്ലാം, ഞങ്ങളെല്ലാവരും ഭഗവാന്റെ ആണല്ലോ. ആ ഒരു ഭഗവാന്റെ കൃപയോടുകൂടി നന്നായി ഇത് ക്ഷമിച്ചരുളണമെന്ന് ഈ സാധുക്കളായ ഭാര്യമാർ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അവരുടെ പ്രാർത്ഥന എത്ര നല്ലതാണ്. നമ്മളിത് മനസ്സിലാക്കുന്നത് എന്താ? നമ്മുടെ മക്കളോ ഭർത്താവോ ഭാര്യയോ ആരെങ്കിലും ഇതുപോലെ അഹങ്കാരികളാണെങ്കിൽ ഭഗവാനെ അങ്ങയുടെ സന്തതികളാണെന്ന് കരുതി അങ്ങ് ക്ഷമിക്കണമേ. അറിവില്ലാത്ത മൂഢനാണേ ഭർത്താവോ അല്ലെ ഭാര്യ അല്ലെ മക്കളോ. നമുക്ക് ഓരോ മക്കളെ പറ്റിയും പ്രാർത്ഥിക്കണം. ഇന്ന് ഓരോ മയക്കുമരുന്നിന് അടിമയാവുന്ന രക്ഷകർത്താക്കൾക്ക് ഒന്നും കൊടുക്കാനില്ലെങ്കിൽ മക്കൾക്ക് അമ്മമാരെയും അച്ഛന്മാരെയും വേണ്ട, നിങ്ങളെന്തിനാണ് ഞങ്ങൾ സ്നേഹിക്കുന്നത്, നിങ്ങളെ കൊണ്ട് എന്തിനു കൊള്ളാം, നിങ്ങൾക്ക് ഇനി ഞങ്ങളെ കണ്ടിട്ട് എന്താ കാര്യം, നിങ്ങൾക്ക് ഒന്നും ഞങ്ങൾക്ക് തരാനില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ള പാവപ്പെട്ട അമ്മമാരെ മക്കൾക്ക് വേണ്ട. കാരണം ഒന്നും കൊടുക്കാനില്ലാത്തതുകൊണ്ട് അവർക്ക് സ്നേഹമില്ല. അവരുടെ സ്നേഹം മൊത്തം മറ്റുള്ളവർക്ക് കാണിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാം, അപ്പം എന്തായാലും കൊടുക്കാനില്ലെങ്കിൽ അമ്മമാരെ അച്ഛനെയൊന്നും വേണ്ട, പ്രസവിച്ച സ്നേഹവും ഇല്ല, അവർക്ക് വളർത്തിയ സ്നേഹവും ഇല്ലെന്ന് ലോകമേ അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് പ്രാർത്ഥിക്കണം? ഭഗവാനെ ഇത് മൂഢാത്മാക്കളായ ഈ മക്കളാണ്, അവർ ഭഗവാന്റെ നമ്മുടെ എന്ന് കരുതി ഭഗവാന്റെ എന്ന് കരുതി ആ മക്കളെ രക്ഷിക്കണമേ. അവരുടെ അഹങ്കാരത്തെ മാറ്റി അവരെ നശിപ്പിച്ച് കളയല്ലേ, വധിച്ച് കളയരുതേ, രക്ഷിച്ചെടുക്കണമേ. ഭഗവാന്റെ സൽഘൃണയ ഭഗവാന്റെ സൽകൃപയോടുകൂടി അവരെ രക്ഷിക്കണമേ എന്ന് നമ്മൾ ഓരോരുത്തരും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മറ്റുള്ളവർക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. അതാണ് ഇവിടെ പറഞ്ഞത്. സൽഘൃണയ എന്താ? വിജ്ഞാനമൂർത്തിയാണ് ഭഗവാൻ, അറിവിൻ്റെ അങ്ങേയറ്റത്തെ വിജ്ഞാനമാണ്. അങ്ങനെയുള്ള ഭഗവാൻ അസാരജ്ഞനെന്ന് ഇവരെല്ലാം ഇങ്ങനെയുള്ളവരെല്ലാം അസാരജ്ഞനാണ്, അറിവില്ലായ്മയുള്ളവരാണ്. ഈ മൂഢാത്മാക്കൾ മക്കളായാലും ഭർത്താവായാലും ഭാര്യയായാലും സഹോദരങ്ങളായാലും ആരായാലും അമ്മയായാലും അച്ഛനായാലും അറിവില്ലായ്മ കൊണ്ടാണ് ഭഗവാനെ ഇതൊക്കെ നടത്തുന്നത്. അവരെ ഭഗവാന്റെ സൽകൃപയോടുകൂടി നമുക്കുള്ളതെന്ന് കരുതി ഭഗവാന്റെ മക്കളെന്ന് കരുതി എല്ലാവരെയും രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സർപ്പകുലാധിപനാം ഇവൻ എത്രയും ദർപ്പം കലർന്നത് എപ്പേരും അകലവേ സത്വരം നീക്കിക്കളഞ്ഞത് നല്ലതായ അത്രേ ഭവിച്ചു ന്യായം കരുണാനിധി. അതുകൊണ്ട് സർപ്പകുലാധിപനാ ഇവൻ സർപ്പത്തിൻ്റെ അധിപനാണ് കാളിയൻ. അപ്പം സർപ്പകുലാധിപൻ ഇവൻ എത്രയും ദർപ്പം അഹങ്കാരം കലർന്നത് എപ്പേരും അകലവേ, അവൻ്റെ ദർപ്പങ്ങളെല്ലാം അകലവേ ഭഗവാൻ എന്ത് ചെയ്തു? ചവിട്ടി മെതിച്ച് ദൂരെ കളഞ്ഞു. അതാണ് സർപ്പകുലാധിപന ഇവൻ എത്രയും ദർപ്പം കലർന്നത് എപ്പേരും അകലവേ സത്വരം നീക്കിക്കളഞ്ഞത്.
ഭഗവാൻ ഇവൻ്റെ അഹങ്കാരം മൊത്തവും നീക്കിക്കളഞ്ഞത് നല്ലതായത്രേ ഭവിച്ചു ന്യായം കരുണാനിധി. സത്യമായിട്ടിത് അത് വേണ്ടതാണ്. അത് ഭഗവാൻ അങ്ങനെ ചെയ്തല്ലോ, അവൻ്റെ അഹങ്കാരം മൊത്തം മാറ്റിക്കളഞ്ഞല്ലോ, എന്നിട്ട് അവനെ നന്നാക്കി എടുത്തല്ലോ. അവൻ നന്നായി പ്രാർത്ഥിച്ചു. ഭഗവാനെ ആദ്യമേ പ്രാർത്ഥിച്ച അവനാണ്. അവൻ നന്നായി പ്രത്യക്ഷമായി വിളങ്ങി അവൻ്റെ തലയിൽ നിൽക്കുന്നു. ഭാര്യമാരൊന്ന് കാണുന്നു, അവർക്ക് കാണാനിടയായി ഭഗവാനെ നന്നായി വിളങ്ങി നിൽക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ ഇതൊക്കെ നിൽക്കുന്ന എന്താണ് കാണുന്നത്? അവൻ വെച്ചെന്താ അവനെക്കാളും വെറും മോശമാണ്, അവൻ എന്ത് സാധിക്കാൻ ഉണ്ടെന്ന് ദർപ്പ അഹങ്കാരം നന്നായി ചവിട്ടി മെതച്ചപ്പോൾ അവന് മനസ്സിലായി ഇത് സാധാരണക്കാരനല്ല, ഇത് നിസാരക്കാരനല്ല, എൻ്റെ തലയിൽ ഇങ്ങനെ ചവിട്ടി നിൽക്കണമെങ്കിൽ ഇവൻ നിസാരക്കാരനല്ല. അങ്ങനെ അവൻ ചിന്തിച്ചു അവന് മനസ്സിലായി സാക്ഷാൽ പരമാത്മാവ് തന്നെയാണ്. അങ്ങനെ അവൻ പ്രാർത്ഥന തുടങ്ങി. അവൻ്റെ അഹങ്കാരം മാറി. സർപ്പത്തിൻ്റെ ഭാര്യമാരായ അവരും വന്ന് പ്രാർത്ഥിച്ചു, ഇവനെ ഈ ദുഷ്ടനായവനെ എടുക്കണമേ, ഭഗവാന്റെ മക്കളെന്ന് കരുതി രക്ഷിക്കണമേ എന്ന് പറഞ്ഞിട്ട് സർപ്പകുലാധിപന ഇവൻ എത്രയും ദർപ്പം കലർന്നത് എപ്പേരും അകലവേ സത്രം നീക്കിക്കളഞ്ഞത് നല്ലതായത്രേ ഭവിച്ചു ന്യായം കരുണാനിധി. ഇവൻ്റെ അഹങ്കാരമെല്ലാം മാറ്റിക്കളഞ്ഞത് എത്രയും നന്നായി ഭഗവാനെ എന്ന് ഈ ഭാര്യമാരെല്ലാം പ്രാർത്ഥിക്കുന്നു. നമ്മളും ഇത് മനസ്സിലാക്കണം. ഇതാണ് ലോകത്ത് നടക്കുന്നതെന്ന്. ഇവിടെ കാളിയനെ പറ്റി അന്നത്തെ കാലം നടന്നെങ്കിൽ ഇന്ന് ലോകം മൊത്തം കാളിയന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്, നമ്മുടെ മക്കൾ തന്നെ ഉണ്ട്. എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഭഗവാനെ അഹങ്കാരം മാറ്റണം. അഹങ്കാരം മാറ്റാൻ ലോകത്ത് ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല. സാധുക്കൾക്ക് ജീവിക്കണമെങ്കിൽ അഹങ്കാരം മാറ്റിയേ പറ്റൂ. അതിന് നല്ല ദർപ്പം അഹങ്കാരം പോകണമെങ്കിൽ നല്ല ശിക്ഷ തന്നെ കൊടുക്കണം. അങ്ങനെ കൊടുത്തവരെ നന്നാക്കി എടുത്തേ പറ്റൂ. ഭഗവാനെ അവിടുത്തെ മക്കളെന്ന് കരുതി, നമ്മുടേതെന്ന് കരുതി, അവിടുത്തെ സൽകൃണയ അവിടുത്തെ കൃപയോടുകൂടി എല്ലാവരും രക്ഷിക്കണമെന്ന് ഈ ഭാര്യമാർ അത്രത്തോളം ഭഗവാനോട് അപേക്ഷിക്കുന്നു. നമുക്കും ഇത് ഒരു പാഠമായിരിക്കണം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം ഹരി ഓം ഹരി ഓം.